ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ പ്രാദേശികമായിട്ട് ഓരോ മണ്ഡലത്തിലും മത്സരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഉത്തരങ്ങളുണ്ട്. മുസ്ലിം എന്ന വിഭാഗം UDFനൊപ്പമല്ല, അല്ലെങ്കിൽ ക്രൈസ്തവരിൽ എന്ന വിഭാഗം ഒപ്പമല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം ഏകീകരിച്ച് UDFനോടൊപ്പം വരും എന്ന് കരുതുക. പക്ഷെ മറുഭാഗത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണി ഇവിടെ ഒരു BJPയുടെ ഒരു കടന്നുവരവ് അടുത്ത തെരഞ്ഞെടുപ്പിൽ CPMനോടൊപ്പം ചേരുമോ എന്നുള്ളൊരു ആശങ്കയാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ചേർക്കാൻ അവർക്ക് ചേരാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കും. അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ള CPMും BJPയും ആയിട്ടുള്ള ഒരു അന്തർധാരയുടെ ഭാഗം തന്നെയാണ് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. യാതൊരു സംശയവുമില്ല. ഇവരെന്ത് പറഞ്ഞാലും ആണോ ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും വോട്ട് മാറ്റി കൊടുക്കാനൊന്നും പറയാൻ പറ്റിയല്ല. ഇപ്പം BJPക്ക് CPMന് പറയാൻ പറ്റത്തില്ല ആ വോട്ട് സുരേഷ് ഗോപിക്ക് ചെയ്തേക്കാം എന്ന് പറയാനൊന്നും പറ്റില്ല. അവർ വേറെ തന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആൾ ചേർത്ത്, ഇപ്പോൾ അതാണല്ലോ വോട്ട് ചോറി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് തൃശ്ശൂരിലും അവർ നടത്തിയല്ലോ. തൃശ്ശൂരും ഒരു 10-25,000 വോട്ട് അവർ നടത്തിയിട്ടുണ്ടല്ലോ. അത് നടത്തിയിട്ടുള്ളത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ അറിയാതെ നടക്കിയല്ല.